ഏത് രീതിയിലാണോ കവിത വാർന്നു വീഴുന്നത് ആ രീതിയിൽ എഴുതണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. പിന്നെ കവിത ചൊല്ലപ്പെടേണ്ടത് കൂടിയാണ്. ചൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെടും എന്ന അവസ്ഥ ഇനിയിപ്പോൾ വരുമെന്നാണ് തോന്നുന്നത്. ചൊല്ലപ്പെടേണ്ടത് കൂടി. ഉദാഹരണത്തിന് പാലക്കോട് സാർ ഇരിക്കുന്നുണ്ട്, പ്രഭാവർമ്മ സാർ ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും ഓരോ 4 വരി ഞാൻ ഉദാഹരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. എത്ര പൂവുകൾ ശ്യാമാംബരങ്ങളിൽ ചിത്രചന്ദ്രിക രാവിൻ നിലാക്കളം എന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു അനുഭവം. എന്നാൽ ഈ കവി എങ്ങനെ അടുത്തിരുത്തിക്കൊണ്ട് എത്ര പൂവുകൾ ശ്യാമാംബരങ്ങളിൽ ചിത്രചന്ദ്രികാരാവിൻ നിലാക്കളം അത്തമൊറ്റത്തൊരുണ്ണിയുണ്ടങ്ങനെ ചിത്തിരയ്ക്ക് പൂച്ചാത്തുമറങ്ങനെ. വേറൊരു അനുഭൂതി വന്നില്ല. വാനിൽ കാർമുകിലിൻ കരാള നയനം പെയ്യും തമസാണ്. ഭൂലോകത്തേരകയുദ്ധം ഉഗ്രപടകം താക്കും മുഴക്കങ്ങളും. ഏകാന്തത്തിൽ ഒരല്പമാത്ര മരണത്തോടുന്മുഖം നിൽക്ക് നിന്നേരെ നിൽപ്പു ജയദ്രഥൻ രുധിരസംപൃക്തൻ ചലൻ മാനസൻ. ശ്യാമമാധവത്തില് ജയദ്രഥനെ പരിചയപ്പെടുത്തുന്ന ശ്ലോകമാണ്. വാനിൽ കാർമുകിലിൻ കരാള നയനം പെയ്യും തമസാണ്. ഭൂലോകത്തേരകയുദ്ധം ഉഗ്രപടകം താക്കും മുഴക്കങ്ങളും. ഏകാന്തത്തിൽ ഒരല്പമാത്ര മരണത്തോടുന്മുഖം നിൽക്കെ നിന്നെരേ നിൽപ്പു ജയദ്രഥൻ രുധിരസംപൃക്തൻ ചലൻ മാനസൻ. ആ ചലൻ മാനസൻ എന്ന് പറയുമ്പോൾ ആ ചലിത അവസ്ഥ കൂടി നമുക്ക് ധ്വനിപ്പിക്കാൻ പറ്റും. കവിതയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് എഴുതുന്ന കവികളും അത് ശ്രദ്ധിച്ചിരുന്നത്. എഴുത്തച്ഛൻ എന്താണ് നിർഹ്ലാദമോടു നരസിംഹരൂപിയായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ഘോരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ക്രൂരനായോരു ഹിരണ്യകശിപുതൻ ഭക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും. പ്രപാടനം എന്ന വാക്ക് അവിടെ ചേരും, വലിച്ചു കീറുക എന്നാണ് അർത്ഥം. പ്രപാടനം. ഉള്ളൂര് കർണഭൂഷണത്തില് ദുര്യോധനന്റെ ഡയലോഗിന് പറയുന്ന, ദുര്യോധന്റെ എൻട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭംഗത്തിൽ നിൽക്കവേ കേട്ടേൻ എൻ തോഴർതൻ വൻ ഗദാസ്ഥാലനം. അതാണ് ഗദ കൊണ്ട് പാറക്കെട്ടിൽ അടിച്ചു പൊട്ടിക്ക് പോലും ശബ്ദം കേട്ടു. ആ സ്ഥാലനം എന്ന വാക്ക് അവിടെ ചേരുള്ളൂ. അത് ഈ മുഴക്കത്തെ സാധൂകരിക്കും, മുഴക്കത്തെ സ്വാധീനിക്കും. അത്തരത്തിൽ ഒരുപാട്. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ കൃഷ്ണാഷ്ടമിയിൽ വൈലോപ്പിള്ളി എഴുതുമ്പോൾ ആണ് ചില പ്രയോഗങ്ങളുണ്ട്. നീണാൾ ഞങ്ങൾ തുറുങ്കിൽ പോറ്റിയ നീല സ്വപ്നമുടഞ്ഞേ പോയി, തമ്മിലകന്നു ഞങ്ങൾ പരരുടെ കർമ്മമെനിക്കെന്തോരാവോ, ഗുസ്തിക്കാരന് ആരോ വഴക്കിൽ കുത്തിക്കൊന്നെന്നോ സംസാരം. ഈ രീതിയിലാവുമ്പോഴാണ് ആ കിംവദന്തിയെ കുറിച്ച് മനസ്സിലാവുന്നത്. എന്നാൽ അതേസമയം വൈലോപ്പിള്ളി കണ്ണാ ഞങ്ങൾ നിൻ കായാമ്പൂടൽ കണ്ണീർ കൊണ്ട് കുളിപ്പിക്കാം, വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കിടാവായി വന്നല്ലോ, ഞങ്ങളുടെ പുണ്യം ഇതല്ലെന്നാലോ നിൻ കരളേലും കാരുണ്യം. ഇങ്ങനെ ചൊല്ലലിലൂടെ ഭാവം ധ്വനിപ്പിക്കാൻ പറ്റും. അങ്ങനെ ധ്വനിപ്പിക്കുന്ന ആളുകൾ ചൊല്ലുമ്പോഴാണ് ഒരു സമൂഹത്തെ മുഴുവൻ കവിതയുടെ ആലാപന സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ കേൾവിയുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്ന മധുസൂദനൻ നായർ സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം സ്വന്തം കവിത മാത്രമല്ല, പലരുടെയും കവിത അദ്ദേഹം ചൊല്ലിയിട്ടാണ് വയലാറിന് പിന്നെ അധ്വാനത്തിന്റെ വിയർപ്പ് എന്നൊരു കവിതയുണ്ടെന്ന് എൻ്റെ തലമുറ, ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അതിലാണ് വയലാർ ആ 5 ശ്ലോകമുള്ള കൊച്ചു കവിതയിലാണ് വയലാർ തൻ്റെ മാനിഫെസ്റ്റോ മുഴുവൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിൽ ആ ഓരോ വാക്കിൻ്റെയും പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം ധ്വനിപ്പിക്കുന്ന ഒരു വല്ലാത്ത മുഴക്കമുണ്ട്. ഇത് കവിത ചൊല്ലുന്നത് കൊണ്ട് കൂടിയാണ്. കവിത ചൊല്ലുക തന്നെ വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. കവിതയിൽ ഈണത്തിലുള്ളതോ ആവട്ടെ, വൃത്തത്തിലുള്ളതോ ആവട്ടെ, അല്ലാത്തതുമാവട്ടെ, കവിതയുടെ ഉള്ളിൽ, എല്ലാ കവിതയുടെ ഉള്ളിലും, നല്ല കവിതയുടെ ഉള്ളിൽ ഒരു ആന്തരിക താളമുണ്ട്. ഈ ആന്തരിക താളം ഈ കേൾവിക്കാരുടെ, ആസ്വാദകരുടെ ഉള്ളിലേക്ക് വരും. രാമായണം എഴുതപ്പെട്ടിട്ട് വീണ്ടും എത്രയോ കാലം കഴിഞ്ഞാണ് അത് പുസ്തകമായത്. അപ്പോഴേക്കും ആളുകൾക്ക് അത് അറിയാമായിരുന്നു.
നാടൻ പാട്ട് എത്രയോ കാലം, വള്ളത്തോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാരായ കൂർബനിൽ നൊന്തു ഞെരങ്ങിക്കൊണ്ട് ഓരോരോ കീറോല തന്നിൽ വീഴാൻ സംഗതി വന്നിട്ടില്ല ഈ കൃതിക്ക്. കാരണം ആളുകൾ സന്തതം നെഞ്ചേറ്റിൽ ആളിക്കയാൽ എന്നാണ്. ഉള്ളിലുണ്ടായിരുന്നു. ആ ഉള്ളിലിരിക്കുക എന്നുള്ളത് ഈ കേൾവിയുടെ മറ്റൊരു സ്വാധീന ശക്തിയാണ്. ഇപ്പോൾ ശ്രീശൈലി ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചട്ടമ്പിസ്വാമിയെ കുറിച്ചുള്ള 4 വരി വായിക്കാം. നടക്കുന്നു ചട്ടമ്പിയോടൊപ്പമെത്താൻ വിറയ്ക്കുന്ന കാലം കുടഞ്ഞിന്നു കാലം, കിതയ്ക്കുന്നു വിദ്യാധിരാജത്വ പീഠം കിടയ്ക്കാൻ വിയർക്കുന്ന ലൗകികാവേശം, ജ്വലൽ സൂര്യനേത്രങ്ങളാൽ അങ്ങയേക്കാൾ തെളിച്ചത്തൊടിന്നാരു കണ്ടു നരത്വം, കരൾ കോവിലിനുള്ളിലാരാണു പണ്ടേ കെടാ ജീവകാരുണ്യദീപം തെളിച്ചു, അരക്കെട്ടിലാത്മീയതയ്ക്കൊപ്പമാരാണുടുക്കുന്നത് അദ്വൈത ശുഭ്രാംബരത്തെ, വിരൽ തുമ്പിലിമ്പം തുളുമ്പിച്ചു നിത്യം ഡമക് ഡം ഡം ഡോലി ഡോലക് മുഴക്കി പ്രപഞ്ചത്തെ ഒന്നായി ലയിപ്പിച്ചിടുന്ന സ്വരോദാര സംഗീത സ്വർഗം വിടർത്തി. എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പൊ ശ്രീകാന്ത് താമരശ്ശേരിയെ കുറിച്ച് പറഞ്ഞു, ഭുജംഗപ്രയോഗത്തിലും ശ്രദ്ധരയിലും മത്തേഭത്തിലും ഒക്കെ കവിത എഴുതുകയും അതേസമയം അല്ലാതെ ഗദ്യത്തിലും ഒക്കെ എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കവിത വൃത്തത്തിൽ വരുമ്പോൾ നീ പോയിട്ട് ഗദ്യത്തിൽ വായിപ്പോൾ ട്രെൻഡ് അതാണ് എന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് കൂടി പറഞ്ഞ് അവസാനിക്കുന്നു.